ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ ചെടികളും ഒക്കെയാണ് കാണിക്കുകയാണ്. ഇതൊരു ചെറിയ ടൈപ്പ് തെറ്റി തന്നെ ഒരുപാട് ടൈപ്പുണ്ട് ഇവിടെ. ഇത് ചെറിയ ചെറിയ തെറ്റികൾ. ഇത് വേറെ ഒരു പൂവാണിത്. ഇതെനിക്ക് അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അടിപൊളി രസമാണ്. എന്തോ ഒരു പൂച്ചെടി എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു വയലറ്റ് പൂവ്. ഇതും എനിക്കറിയത്തില്ല, പേരറിയത്തില്ല. ഇത് നമ്മുടെ ഓർക്കിഡിൻ്റെ ഒരു അടിപൊളി ഓർക്കിഡാണ്. നല്ല വയലറ്റ് കളറാണ്, സൂപ്പർ കളറാണ്. പിന്നെ നമ്മുടെ തെറ്റിയുണ്ട്. തെറ്റിയുടെ ഈ ഒരു കളറുണ്ടോ, ഒരു സ്പെഷ്യൽ കളറാണ്. അടിപൊളി കളറല്ലേ ഇത്. ഈ ഒരു തെറ്റിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ് പല ടൈപ്പുണ്ട്. ഇത് കണ്ടോ, അടിപൊളി റോസല്ലേ, ഒരു നല്ലൊരു കളറല്ലേ ഇത്. ഇത് ചുമപ്പുമല്ല, ഇത് ഡാർക്ക് ചുമപ്പാണ്. ഇത് റോസ്. പിന്നെ നമ്മുടെ ചുമന്ന തെറ്റി, നാടൻ തെറ്റിയുണ്ട്. നാടൻ തെറ്റിയുണ്ട്, കാടായിട്ട് നിൽക്കുകയാണ് ഇവിടെ. നാടൻ തെറ്റി നല്ല കാടായിട്ട് നിൽക്കുക. ഞാൻ പൂക്കളുടെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് വേറൊരു തെറ്റി കണ്ടോ, അടിപൊളി ചുവപ്പാണ്, നല്ല റെഡാണ്. ഇവിടെ തെറ്റിയൊക്കെ നന്നായി, തെറ്റി റോസൊക്കെ നന്നായി. ഇത് നാടൻ റോസ്, നല്ല നാടൻ റോസ്. നിറയെ പൂ പിടിക്കും, എപ്പോഴും നിറയെ പൂവുണ്ടാവും. നമ്മളിതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, വെള്ളമോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് തെറ്റിയുണ്ടോ, തെറ്റി നിറയെ പൂവാണ്. ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണാം, നിറച്ച് പൂവാണ് തെറ്റിയിൽ. അതിൻ്റെ കളറാണ് സൂപ്പർ. നിൽക്കുന്ന കണ്ടാൽ നമ്മുടെ ഇലയില്ലാതെ അങ്ങ് പൂവാകും. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ റോസ്. പിന്നെ ഇതൊരു യെല്ലോ കളർ തെറ്റി. ഇത് അടിപൊളിയാണ്. തെറ്റിയുടെ കായൊക്കെ നമുക്ക് പിച്ചി ഇങ്ങനെ തിന്നാൻ കൊള്ളാം. തെറ്റിയുടെ കായ നല്ല സൂപ്പറാണ്. പണ്ട് കാലത്തൊക്കെ തെറ്റിയുടെ കായ ഒക്കെ അല്ലേ നമ്മളൊക്കെ ഈ പിള്ളേരൊക്കെ തിന്നുന്നല്ലേ, നല്ല കറുത്ത തെറ്റിയുടെ കായ. പിന്നെ നമുക്ക് ആലോവേര ഉണ്ട്. ആലോവേര ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എണ്ണ കാച്ചാനൊക്കെ തുടങ്ങുമ്പം ഈ ആലോവേര നല്ലൊരു ഇതാണ്. ആലോവേര നമ്മൾ അതിനകത്തു നിന്നുള്ള ജെല്ല് നമ്മളെടുത്ത് നമുക്ക് പിന്നെ അതിനകത്തോട്ട് ചേർത്ത് എണ്ണ കാച്ചാൻ നല്ലതാണത്. അതൊരു ചെടി ആയതുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഒരു വൈറ്റ് മുല്ല കണ്ടോ, ഇതിൽ എപ്പോഴും നിറയെ പൂ പിടിക്കും. ഇതിൽ പൂ പിടിച്ചാൽ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ അങ്ങനെ നിൽക്കും. നല്ല രസമാണ് കാണാൻ. വൈറ്റ് മുല്ല ഇതിൻ്റെ ഇത് വയലറ്റും ഉണ്ട്. ഇവിടെ എല്ലാം ഇവിടെ എല്ലാം നമുക്ക് ചുമന്ന തെറ്റി ഒരുപാടുണ്ട്. പിന്നെ ഒരു കളർ തെറ്റിയുണ്ട്, ഒരു ചെറിയ കളർ. അതകത്തായതുകൊണ്ടാണ് എനിക്കെടുക്കാൻ പറ്റും. നല്ല കളറാണ്. ഈ കളർ പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്ര നല്ല രസമുള്ള ഒരു കുഞ്ഞ തെറ്റി. ഈ പൂവൊക്കെ നിൽക്കുന്നതാണ് എന്തൊരു ഭംഗിയാന്ന് നോക്കി. നിറയെ ചെണ്ട് പോലെ അങ്ങ് പിടിക്കണം. ചെടിയൊക്കെ ഇഷ്ടമുള്ളവർ നോക്കണേ. എൻ്റെ ചെടിയുടെ കളക്ഷൻ, കളർ കണ്ടോ. ഇതൊക്കെ ഇത് സൂര്യകാന്തി പോലുള്ളതാണ്. അതിൽ പൂവ് പിടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഇത് പിന്നെ കേശവർദ്ധിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമുക്ക് തലയിൽ തേക്കാൻ, അരച്ച് തലയിൽ എണ്ണ കാച്ചുമ്പോൾ എടുക്കാം. നല്ല പിച്ചി കണ്ടോ, പിച്ചിപ്പൂ എന്തൊരു മണമാണെന്നറിയാം. അടിപൊളി മണമാണ് പിച്ചിപ്പൂവിന്. പിന്നെ കണ്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ വേറൊരു തെറ്റി കണ്ടോ. ഇതിന് തെറ്റിയെന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇത് ഒരു തെറ്റി തന്നെ. പിന്നെ അവിടെ നിൽക്കുന്ന ഒരു തെറ്റി ഒരു വേറൊരു ടൈപ്പ് തെറ്റിയാണ്. നിൽക്കുന്നത് അത് വേറൊരു ടൈപ്പ് തെറ്റി. ഇതൊക്കെ നമ്മുടെ ഇലച്ചെടികൾ നമുക്കൊരുപാടുണ്ട്. എനിക്ക് ഇതൊരു വെറൈറ്റി തെറ്റി, അത് വേറൊരു തെറ്റി. ഇത് ചെമ്പരത്തി.
ചെമ്പരത്തി പൂവാണ് ഇതൊക്കെ. ഈ ചെമ്പരത്തിയുടെ നമ്മുടെ ഇതുപോലുള്ള ചെമ്പരത്തി നമ്മൾ രാവിലെയൊക്കെ വെറും വയറ്റിൽ പിച്ചിയിട്ടേ പിന്നെ കഴിക്കുന്നത്, ചവച്ചരച്ചിറക്കുന്നത് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. എന്തായാലും ചെമ്പരത്തിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. നമുക്കതിൻ്റെ ഇല പിച്ചി, ഇത് നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ, അടിപൊളി നാടൻ ചെമ്പരത്തി. അതിൻ്റെ ഇലയും കൂടെ കറിവേപ്പില ഇതിൻ്റെ ഇലയെല്ലാം കൂടെ ചേർത്തിട്ടാണല്ലോ നമ്മൾ എണ്ണ കാച്ചുന്നത്. ഇത് വേറൊരു ചെമ്പരത്തി. പിന്നെ നമുക്ക് റോസ് ഉണ്ട്, ഒരു നാടൻ റോസാണത്. നമ്മുടെ ഈ റോസ് കണ്ടില്ലേ, നിറയെ പൂവാണ്. രാവിലെ ഞാൻ പാട്ടിട്ടത് ഇതാണ്. ഇതിലൊരുപാട് കൊലയായിട്ട് പൂ പിടിക്കുന്നതാണ്, കണ്ടോ. അതിനപ്പുറത്തോട്ട് നിൽക്കുന്ന ഒരു ചെമ്പരത്തിയാണ്, കണ്ടോ. അടിപൊളി ചെമ്പരത്തിയല്ലേ, അതൊരു സ്പെഷ്യൽ ചെമ്പരത്തി. ഇതാണ് ഏറ്റവും സൂപ്പറായിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇത് ഈ ചെടികളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. താങ്ക് യു.